28 വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം 9 മദ്രാസ് റെജിമെന്റിൽ നിന്ന് വിരമിച്ച് ജന്മനാട്ടിൽ തിരിച്ചെത്തിയ സൈനികൻ ശ്രീലാൽ ഡിക്ക് സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെന്നീസ് ആദരവ് നൽകി. കായംകുളം ആഞ്ഞിലിമൂട്ടിലുള്ള സൈനികന്റെ വീട്ടുവെച്ചായിരുന്നു ആദരിക്കൽ. സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെന്നീസിന്റെ നേതൃത്വത്തിൽ 28 വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം 9 മദ്രാസ് റെജിമെന്റിൽ നിന്നും വിരമിച്ച് ജന്മനാട്ടിൽ തിരിച്ചെത്തിയ കൂട്ടായ്മ മെമ്പർ കൂടിയായ ശ്രീലാൽ ഡിക്ക് ആദരവ് നൽകി. നമ്മുടെ അംഗമായ ശ്രീലാൽ സാർ ദീർഘമായ സൈനിക സേവനം പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സെക്കൻഡ് ഇന്നിങ്സ് തുടങ്ങുവാൻ വേണ്ടി നാട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, അവന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഏറ്റവും നല്ല സമയം മാതൃരാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച് സുദീർഘമായ ഒരു രാജ്യസേവനത്തിന് ശേഷം ആരോഗ്യപരമായും സുരക്ഷിതമായും തിരിച്ച് സ്വന്തം ജന്മനാട്ടിൽ എത്തിച്ചേരുക എന്നുള്ളത് ഏറ്റവും വലിയ സ്വപ്നമാണ്. നമ്മുടെ സാറ് 28 വർഷം രാജ്യസേവനം നടത്തി ലഫ്റ്റനന്റ് റാങ്കോടുകൂടി എല്ലാ ബഹുമതികളും സ്വീകരിച്ച് തിരിച്ച് സ്വന്തം ജന്മനാട്ടിലെത്തി കുടുംബത്തോട് ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ രണ്ടാം എല്ലാ ആശംസകൾ അർപ്പിക്കാനും വേണ്ടിയാണ് സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെന്നീസിന്റെ ആളുകളുടെ സ്വന്തം സൈനിക കൂട്ടായ്മ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അണിയിച്ച് അദ്ദേഹത്തിനെ ആദരിക്കുന്നതിനായി ശ്രീകുമാർ സാറിനെ ക്ഷണിക്കുകയാണ്. Soldiers of East Venees की जय! Soldiers of East Venees की जय! Soldiers of East Venees की जय! भारतीय सैनिक की जय! भारतीय सैनिक की जय! भारतीय सैनिक की जय! भारत माता की जय! भारत माता की जय! भारत माता की जय! വിരമിച്ച സൈനികന്റെ കായംകുളം ആഞ്ഞിലിമൂട്ടിലുള്ള വസതിയിൽ വെച്ചാണ് പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചത്. സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെന്നീസ് സെക്രട്ടറി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ അംഗങ്ങളായ ബിജുകുമാർ, മനോജ്, ബാബു, രതികുമാർ, രത്നാനന്ദൻ, വിനയചന്ദ്രൻ, ഹരികൃഷ്ണൻ, മനോജ്, സുരേഷ്, ശ്രീകുമാർ, ഉദയകുമാർ തുടങ്ങിയവരും വിരമിച്ച സൈനികന്റെ കുടുംബാംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.